ജോർ മീഡിയ ദ എക്കോ ചേംബറിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രേണു സിദ്ധ്. ഇപ്പൊ തമിഴ്നാടും കേരളവും ഭയങ്കര ചർച്ചയിലാണ്. മുല്ലപ്പെരിയാർ വിഷയം ഒരു ഭയങ്കര തീപിടിച്ച ചർച്ചയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരള ഗവൺമെന്റിൻ്റെതായ ന്യായങ്ങളും തമിഴ്നാട് ഗവൺമെന്റ് തമിഴ്നാടിൻ്റെതായ ന്യായങ്ങളും പറയാനുണ്ട്. ഇതിലെ നമുക്ക് എന്താണ് മുല്ലപ്പെരിയാർ വിഷയം, അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ എന്താണ്, ആർക്ക് വേണ്ടിയായിരുന്നു എന്നൊന്നറിയാം. രാഷ്ട്രീയമെല്ലാം കളഞ്ഞ് യഥാർത്ഥ വസ്തുത, ഞാൻ മനസ്സിലാക്കിയ യഥാർത്ഥ വസ്തുത നിങ്ങളോട് പറയാൻ പോവുകയാണ്. നിങ്ങളത് എങ്ങനെ എടുക്കുന്നുള്ളത് നിങ്ങളുടെ ചോയ്സ്. മുല്ലപ്പെരിയാർ ഡാം 1886 ഒക്ടോബർ 29 തിരുവിതാംകൂർ രാജവംശവും ബ്രിട്ടീഷ് ഗവൺമെന്റും ചേർന്ന് നിർമ്മിക്കാൻ തീരുമാനിച്ചതാണ്. അതായത് 999 വർഷത്തേക്ക് പാട്ടക്കരാറിലാണ് ഈ ഡാം നിർമ്മാണം ആരംഭിക്കുന്നത്. നിർമ്മാണം ആരംഭിക്കുന്ന 1887 ആരംഭിച്ച് 1895 നിർമ്മാണം പൂർത്തിയാകുന്നത്. സത്യത്തിൽ ഇത് മുല്ലപ്പെരിയാർ ഡാം സത്യസന്ധമായി പറയുകയാണെങ്കിൽ തമിഴ്നാടിലെ ഡെൽറ്റ പകുതിയിലുള്ള കമ്പം, തേനി, മധുര, ദിണ്ടുക്കൽ, ശിവഗംഗ തുടങ്ങിയ ഇന്നത്തെ ജില്ലകൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കാൻ കാരണം അവിടെ ഡെൽറ്റ പകുതിയാണ്, അവിടെ വെള്ളമില്ല, ജനങ്ങൾക്ക് കൃഷി നടത്താൻ ആവശ്യമായിട്ടുള്ള എന്തിനു കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത വളരെ വളരെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണ് ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മുടെ തിരുവിതാംകൂറും ചേർന്നിട്ട് ഒരു അണ കെട്ടാൻ തീരുമാനിക്കുന്നത്. ഈ അണ കെട്ടാൻ പോകുന്ന സമയത്ത് ബ്രിട്ടീഷ് എഞ്ചിനീയറായ പെനിക്വിക്കിനെയാണ് ഏൽപ്പിക്കുന്നത്. ഒരു സമയം കഴിഞ്ഞപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാം ഇനിയും കെട്ടണ്ട അല്ലെങ്കിൽ പണിയണ്ട എന്നുള്ള രീതിയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനം എടുക്കുകയുണ്ടായി. അതിന് കാരണം ഇത് ഡാമിന് ആവശ്യമായ സാധന സാമഗ്രികൾ മനുഷ്യൻ ചുമന്നു കൊണ്ടുവരണം. സത്യത്തിൽ ഇതിൽ ഏറെ കഷ്ടപ്പെടുത്തുന്നതും തമിഴ് ജനങ്ങളാണ്. അവർക്ക് അവിടെ നിർമ്മാണം നടക്കുന്നതിനിടയിൽ പാമ്പ് കടിച്ച് മരിച്ചവരുണ്ട്, മൃഗങ്ങൾ കടിച്ച് മരിച്ചവരുണ്ട്, പല മാരകീയ സാംക്രമിക രോഗങ്ങൾ വന്ന് മരിച്ചവരുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ ജീവൻ നഷ്ടപ്പെട്ട് നിർമ്മിച്ചെടുത്തതാണ് മുല്ലപ്പെരിയാർ ഡാം. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് വളരെ നഷ്ടം വന്നപ്പോൾ ഗവൺമെന്റ് തീരുമാനിച്ചത് ഇനി ഈ ഡാം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണ്ട, അതിനുള്ള സാമ്പത്തികം ചെലവാക്കണ്ടെന്നുള്ള രീതിയിലായി. പക്ഷെ പെനിക്വിക്ക് ഇംഗ്ലണ്ടിലെ തന്റെ സ്വത്തുക്കൾ മൊത്തം വിറ്റ് ആ കാശ് കൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ നിർമ്മാണം വീണ്ടും തുടർന്നു പോകുന്നത്. മുല്ലപ്പെരിയാർ ഡാം ഇന്ന് നമ്മൾ കമ്പം, തേനി സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പൊങ്കൽ സമയത്ത് പോവുകയാണെങ്കിൽ നമ്മുടെ പെനിക്വിക്കിന് വേണ്ടി അവർ പൊങ്കൽ വെക്കുന്നതാണ്. അതേ കണക്ക് നമ്മൾ അവരുടെയൊക്കെ വീടുകളിൽ പെനിക്വിക്കിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടാവും. കാരണം അവർക്ക് ജീവിക്കാൻ ആവശ്യമായ വെള്ളം നൽകിയ ഒരു മഹാമനുഷ്യനുള്ള അവരുടെ ബഹുമാനമാണത്. സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞ് സംസ്ഥാന പുനഃസംഘടന നടക്കുന്ന സമയത്ത് മുല്ലപ്പെരിയാറിന്റെ നടത്തിപ്പ് അവകാശം തമിഴ്നാട് ഗവൺമെന്റിനാണ് കൊടുക്കുകയുണ്ടായത്. അതായത് കേരള ഗവൺമെന്റിൽ നമ്മളുടെ സ്ഥലത്താണ് മുല്ലപ്പെരിയാർ ഡാം നിലനിൽക്കുന്നെങ്കിലും ഇതിന്റെ നടത്തിപ്പ് അവകാശങ്ങൾ തമിഴ്നാട് സർക്കാരിനാണ്. അത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ തമിഴ്നാട് സർക്കാരിന് എന്തുകൊണ്ടാണ് അത് ലഭിച്ചതെന്നുള്ളത്. ഈ 999 വർഷത്തെ പാട്ടക്കരാർ എന്ന് പറയുന്നത് അവർക്ക് അവകാശം ലഭിക്കാൻ കാരണം അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പെനിക്വിക്ക് നിർമ്മിച്ചതാണ്. പക്ഷേ ഇപ്പൊ നമ്മുടെ കേരള ഗവൺമെന്റ് പറയുന്നത് ഇല്ല, ഞങ്ങൾ ഇതിൽ ഭീഷണിയിലാണ്. അതായത് 130 വർഷമായ ഒരു ഡാം എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു പോകാം, ഇതിന്റെ സുരക്ഷിതത്വത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. അങ്ങനെ ഒരു എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിൽ എത്ര ജീവനുകൾ ആണ് വില പേശുന്നത് ഈ തമിഴ്നാട് സർക്കാർ എന്നുള്ള രീതിയിലാണ് നമ്മുടെ കേരള ഗവൺമെന്റ് സംസാരിക്കുന്നത്. എന്നാൽ സുപ്രീം കോടതി പറയുന്നത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം വളരെ സുരക്ഷിതമാണ്, അതിനൊന്നും സംഭവിച്ചിട്ടില്ല, അറ്റകുറ്റപ്പണികൾ നടത്തുന്നുണ്ട്, കേടുപാടുകളൊന്നുമില്ലാതെ സുരക്ഷിതമായിട്ടിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ നമ്മളുടെ ജീവന്റെ വില
നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിലാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റ് സ്ട്രോങ് ആയിട്ട് നിൽക്കുക തന്നെ ചെയ്യും. തമിഴ്നാട് ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് വെക്കുന്ന ഒരു ആവശ്യം ബേബി ഡാമിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിത്തരണം, അല്ലെങ്കിൽ വേറൊരു ഡാം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചു തരണം. അപ്പോൾ തമിഴ്നാട് ഗവൺമെന്റ് പറയുന്നത്, ബേബി ഡാമിൽ അറ്റകുറ്റപ്പണികൾ നടത്തണമെങ്കിൽ അവിടെ ഒരു 15 മരങ്ങളുണ്ട്, ആ മരങ്ങൾ മാറ്റണം. ആ വെട്ടി മാറ്റാനുള്ള അനുമതി കേരള ഗവൺമെന്റ് മുന്നേ തന്നിരുന്നെങ്കിലും അത് റദ്ദാക്കി. അതുകൂടാതെ ഈ ബേബി ഡാം നിർമ്മിക്കാൻ ആവശ്യമായ സാധന സാമഗ്രികൾ ഞങ്ങൾ കൊണ്ടുവരാനുള്ള നിയമ നടപടികളുണ്ട്. അങ്ങനെ ചിലയിടത്ത് ഞങ്ങൾക്ക് ആ നിയമ നടപടികൾ ഞങ്ങൾക്ക് സാധകമായിട്ട് സംഭവിക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല. ഞങ്ങളാൽ പറ്റുന്ന രീതിയിൽ ഡാമിനെ ഞങ്ങൾ സുരക്ഷിതമായി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് 142 അടി വെള്ളം തമിഴ്നാട് സർക്കാരിലേക്ക് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഒഴുക്കി വിടേണ്ട ആവശ്യമുണ്ട്. പക്ഷെ നമ്മൾ മഴ പെയ്ത് ഇത്രയും വളരെ ഡാമെല്ലാം നിറഞ്ഞ് ഒഴുകി വന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് തമിഴ്നാട് ഇപ്പൊ നമ്മളുടെ ഡാം തുറന്നു വിട്ടാൽ എന്താകും അവസ്ഥയെന്ന് പ്രത്യേകിച്ച് ഒരു മലയാളിയോട് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ തമിഴ്നാട് ഗവൺമെന്റ് പറഞ്ഞു, ഞങ്ങളുടെ കൃഷിസ്ഥലങ്ങൾ ഞങ്ങൾക്ക് വലുതാണ്, ഞങ്ങൾക്ക് കുടിവെള്ളം വേണം, ഞങ്ങൾക്ക് വെള്ളം കിട്ടിയേ പറ്റൂ, നിങ്ങൾ ആ ഡാം തുറന്നു വിടണം എന്നാണ് പറയുന്നത്. നമ്മുടെ ഗവൺമെന്റ് തുറന്നു വിട്ടാൽ എന്റെ ജനങ്ങളുടെ ജീവന്റെ വിലയാണത് എന്നുള്ളൊരു ചർച്ചയാണ് നിലനിൽക്കുന്നത്. ഇതിനകത്ത് വേറൊരു തമിഴ്നാട് ഗവൺമെന്റിന്റെ വേറൊരു ഗൂഢമായ ചിന്ത എന്താണെന്നറിയാമോ? നമ്മളുടെ ഇടയ്ക്ക് പറഞ്ഞില്ലേ, നമ്മൾക്ക് വേറൊരു ഡാം, പുതിയതായിട്ടൊരു ഡാം കെട്ടി തരുന്നതിനെ പറ്റി, പുതിയൊരു ഡാം പണിയാം എന്നുള്ള ഒരു തീരുമാനത്തെ പറ്റി പറഞ്ഞില്ലേ? അത് എന്തുകൊണ്ടാണ് തമിഴ്നാട് ഗവൺമെന്റ് അത് അംഗീകരിക്കാതെ ഈ ഡാമിനെ തന്നെ നമ്മൾ ബലപ്പെടുത്താം, ഇത് തന്നെ നമുക്ക് തുടർന്ന് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ അവർ യാഥാർത്ഥ്യം മറച്ചുവെക്ക് സംസാരിക്കുന്നതെന്നറിയാമോ? ഈ 999 വർഷത്തെ പാട്ടക്കരാറ് പുതിയ ഡാം പണിതാൽ നിലനിൽക്കുമോ എന്നുള്ള ഭയം. അങ്ങനെ ആ പാട്ടക്കരാർ മാറ്റിയാൽ ഇതിന്റെ എല്ലാ അവകാശങ്ങളും തമിഴ്നാട് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പോകും. പിന്നെ ഇതിന്റെ എല്ലാ അവകാശവും നമ്മൾക്ക് തന്നെയാവും എന്നാണ് അവരുടെ ചിന്ത. അതവര് പരോക്ഷമായോ പ്രത്യക്ഷമായോ പറയുന്നില്ല എന്നുള്ളതാണ് സത്യം. അവരുടെ ഏറ്റവും വലിയ പേടി ഇതാണ്. ഈ പാട്ടക്കരാറിന്റെ കരാർ നിന്നു പോയാൽ നമുക്കാണ് പിന്നെ അവകാശം. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ തമിഴ്നാടിന് വെള്ളം കൊടുക്കാതെ പോയാൽ അവരുടെ കൃഷി നടക്കത്തില്ല, അവരുടെ വെള്ളം അവർക്ക് ജീവിക്കാനുള്ള വെള്ളം ആവശ്യം ഉണ്ടല്ലോ, അതില്ലാതെ കിട്ടാതെ വരുമോ എന്നുള്ളൊരു പേടി. അപ്പം ഇതിനകത്ത് രാഷ്ട്രീയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അല്പസ്വല്പം രാഷ്ട്രീയമുണ്ട്, പിന്നെ സ്വാർത്ഥതയുണ്ട്. എല്ലാവർക്കും അവരവരുടെ ജനങ്ങളാണല്ലോ വലുത്, നമുക്ക് നമ്മുടെ ജനങ്ങളാണ്. പക്ഷേ നമ്മളുടെ ജനങ്ങളുടെ ജീവൻ വിലപേശാനായിട്ട് നമ്മളുടെ ഗവൺമെന്റ് ഒരിക്കലും സാധിക്കും. അതിനുള്ള ഒരു കാര്യങ്ങൾക്കും കൂട്ടുനിൽക്കില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നത്, 2 സംസ്ഥാനങ്ങൾ ഒന്നിച്ചു ചേർന്നിട്ട് പുതിയ ഡാം കെട്ടുന്നതിനെ പറ്റിയും ഈ 999 ഉണ്ടല്ല 999 വർഷത്തെ ഈ പാട്ടക്കരാർ പുതുക്കി പണിയാൻ നിയമം ഉണ്ടെങ്കിൽ, അത് പുതുക്കി ചെയ്യാനായിട്ട് നിയമം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുതിയൊരു നിയമം കൊണ്ടുവന്ന് 2 സംസ്ഥാനത്തിന് പ്രയോജനകരമാകുന്ന രീതിയിൽ പുതിയ ഡാം പണിയുന്നതിനെ പറ്റി തീരുമാനിക്കാം. അല്ലാതെ ഇപ്പം വർഷങ്ങളായിട്ട് നമ്മൾ മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് നമ്മൾ പറയുന്നു, തമിഴ്നാട് പൊട്ടത്തില്ല എന്ന് പറയുന്നു. ഈ ഭീതിയിൽ എത്ര നാൾ കഴിയും? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മളുടെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ പോലും തമിഴ്നാട് സർക്കാർ ഇത് ഒഴുകുന്നു? എല്ലാം വെറും വാക്കാണ്. എല്ലാവർക്കും അവരുടേതാണ് സ്വന്തം. നമ്മളാണ് നമ്മളുടെ സർക്കാരിനെയും നമ്മളുടെ ഭരണാധികാരികളെയും തൂത്തെറിഞ്ഞിട്ട് അണ്ണാ എങ്കണ്ണാ പോച്ച്, നീങ്ക എങ്കണ്ണാ ഇരിക്കീങ്ങ വാങ്കണ്ണ എന്നൊക്കെ പറയുന്നത്. അവർക്കതില്ല. എപ്പോഴും തമിഴരോട് തന്നെയാണ് സ്നേഹം. നമ്മൾ എന്തിനാണ് മറ്റുള്ളവരുടെ പുറകെ പോണത്? നമ്മൾക്ക് നമ്മളുടെ ഭരണാധികാരി, നമ്മുടെ നേതാക്കന്മാര്, അതല്ലേ നമുക്ക് വേണ്ടുന്നത്. എന്തോ അത് പറയണമെന്ന് തോന്നി. അപ്പോൾ ഇതാണ് മുല്ലപ്പെരിയാർ വിഷയത്തിന്റെ തമിഴ്നാട് സർക്കാരിന്റെ ഗൂഢാലോചന എന്ന് വേണമെങ്കിൽ പറയാം. നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് കരുതുന്നു. അപ്പം വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം.
കാരണം ഓരോരുത്തർ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പുതിയൊരു ചർച്ചയ്ക്ക് വഴിത്തിരിവാകുന്നത്. ആ ചർച്ചകളാണ് പുതിയ പുതിയ തീരുമാനങ്ങളിലേക്ക് എത്തുന്നത്, പുതിയ പുതിയ വിപ്ലവങ്ങളിലേക്ക് എത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ തീരുമാനങ്ങളും നിങ്ങളുടേതായ അഭിപ്രായങ്ങളും പങ്കുവെക്കാം. അപ്പോ എല്ലാവർക്കും നമസ്കാരം.